സർ, എൻ്റെ പേര് പ്രശാന്ത് ഗംഗാധരൻ. എയിം എന്ന് പറയുന്ന ദലിത് പ്രവാസി കൂട്ടായ്മയുടെ കൺവീനറാണ്. വളരെ കാലമായി ഈ ഗ്രൂപ്പിൻ്റെ ചർച്ചകളിൽ കേരളത്തിലെ ദലിത് നേതാക്കന്മാരുടെ രാഷ്ട്രീയ മറ്റ് ഇതര മേഖലയിലുള്ള നിലപാടുകൾ ചോദിച്ചറിയണമെന്നുള്ള അതിയായ ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ അവസരമൊരുക്കിയത്. ആദ്യത്തെ നമുക്കറിയാനുള്ളൊരു ചോദ്യം ഇതാണ്: ഇന്ന് നടക്കുന്ന ദലിത് സംഘാടനത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ നടക്കുന്ന ദലിത് സമുദായത്തിനകത്തെ സംഘാടന പ്രവർത്തനങ്ങൾ പ്രധാനമായും രണ്ട് പ്രവണതകളാണ് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, ദലിതരെന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഐത്തജാതിക്കാർക്കിടയിലെ ജാതി സംഘടനകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അത് വളരെ പ്രബലമായി പുലയർ, സാമ്പോർ തുടങ്ങിയ ജാതി സംഘടനകൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നൊരു സമയമാണ്. അതോടൊപ്പം തന്നെ ദളിത് സംഘടനകളെന്ന് പൊതുവിൽ വിളിക്കുന്നവ അത്ര ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. എങ്കിലും ദളിത് സംഘടനകൾ കഴിഞ്ഞ 70 മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയ ലോകമാണ് ഈ ജാതി സംഘടനകളെയും നിയന്ത്രിക്കുന്നത്. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സമുദായവുമായി ബന്ധപ്പെട്ട, ദളിത് സമുദായവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, സമുദായത്തിൻ്റെ ചരിത്രം, സമുദായത്തിൻ്റെ ഭാവി എന്നിവയെ സംബന്ധിച്ച് ദളിത് സംഘടനകളുടെ രൂപപ്പെട്ടു വന്ന ഒരാശയമണ്ഡലത്തിലാണ് കേരളത്തിൽ പൊതുവിൽ ഈ ദളിത് സംഘാടനം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഒരു പരിമിതി, സമുദായം ഇങ്ങനെ പല രൂപങ്ങളിൽ സംഘടിക്കുന്നുണ്ടെങ്കിലും ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രായോഗികമായ ഇടപെടലുകൾ പലപ്പോഴും കുറവാണെന്ന് കാണാൻ പറ്റും. അത് കേരളത്തിലെ ദളിത് സമുദായം നേരിടുന്ന മർമ്മപ്രധാനമായ പ്രശ്നങ്ങളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ദലിത് രാഷ്ട്രീയത്തിൻ്റെ ഭാവി അത് എങ്ങനെയായിരിക്കും എന്നാണ് സാറിന് പറയാനുള്ളത്? ഈ ദളിത് രാഷ്ട്രീയം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് മർമ്മപ്രധാനമായ കാര്യമാണ്. ഞാൻ ദളിത് രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നത്, ദളിതർ ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ ഉടനീളം ബഹിഷ്കൃതരായിരുന്ന ഒരു ജനവിഭാഗം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കൃതരായ ഒരു ജനവിഭാഗം അധികാരത്തിലേക്കും പദവിയിലേക്കും തിരിച്ചു വരാൻ നടത്തുന്ന പരിശ്രമങ്ങളെയാണ് ദളിത് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കങ്ങനെ തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ ഈ കേരളത്തിലെ ദളിതർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതർക്ക് അധികാരത്തിലേക്കും പദവിയിലേക്കും തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു മുന്നുപാധി ഇവരൊരു സമുദായമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ ജനാവലി കടക്കേണ്ടതുണ്ട്. അതൊരു സാമുദായികമായ ബോധ്യത്തിൻ്റെ അഭാവത്തിൽ നടത്തുന്ന ഏതൊരു രാഷ്ട്രീയ നീക്കങ്ങളും ഒരു പക്ഷേ ആത്യന്തികമായി ദളിതർക്ക് ഗുണപ്രദമായിരിക്കില്ല എന്ന ആശങ്ക ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരമൊരു പരിശ്രമം എന്ന് പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ ദളിത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് രാഷ്ട്രത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു മുന്നുപാധി ഒരു സാമുദായിക വികാരം ഈ വിഭാഗത്തിനിടയിൽ ശക്തിപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ അഭാവത്തിൽ ഈ ദളിത് രാഷ്ട്രീയം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജനവിഭാഗത്തിന് ഗുണപ്രദമാവില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിൽ രൂപപ്പെടേണ്ട അംബേദ്കറൊക്കെ വിഭാവന ചെയ്തതുപോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് മാത്രമേ ദളിതരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ദളിതർക്ക് മാത്രമായി ഒരു രാഷ്ട്രീയം സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ബഹിഷ്കൃത സമൂഹങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ജനാധിപത്യപരമായ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ദളിതരുടെ രാഷ്ട്രീയ അവകാശത്തെ സ്ഥാപിക്കാൻ ഉപയുക്തമാകുക. അതിന് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ ക്രമമോ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഉപയുക്തമാകുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല. മറിച്ച് അംബേദ്കർ ഭാവന ചെയ്തതുപോലെ സാമൂഹിക ജനാധിപത്യം ഉറപ്പിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യത്തെ പിന്തുടരുന്ന പുതിയൊരു രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മാത്രമേ ദളിതരുടെ രാഷ്ട്രീയ അവകാശത്തെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയൂ ഇന്ത്യയിൽ. അതേപോലെ തന്നെ വർത്തമാനകാല ദളിത് സംഘാടനം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം നമ്മൾ പ്രത്യേകമായി എടുക്കുകയാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമെന്ന് പറയുന്നത് ദളിതരെ ഒരു സമുദായമായി
പരിവർത്തിപ്പിക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് കേരളത്തിലെ വളരെ ശക്തമായ പ്രവണതയായിരിക്കുന്ന ജാതി സംഘടനകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി വരുന്നത്. അത് തടസ്സമെന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഐത്തജാതിക്കാർ മുഴുവൻ ഒറ്റ സമുദായമാണ് എന്ന ബോധ്യത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതിൽ ഈ ജാതി സംഘങ്ങൾ വിഘാതമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഈ സംഘടനകളുടെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലനിൽക്കുന്ന ഭരണാധികാര സംവിധാനങ്ങൾ എപ്പോഴും ഈ ജാതി സംഘടനകളെയാണ് പ്രോത്സാഹിപ്പിക്കുകയും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം, വ്യത്യസ്ത ജാതികളായി ഇവർ വേർപിരിയുന്നതിലൂടെ ഇവരൊരു ബാർഗൈനിങ് കപ്പാസിറ്റി മൊത്തത്തിൽ കുറയുകയും കേരളത്തിൽ തന്നെ പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ സാധ്യത അടയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ അവർക്ക് അവരുടെ രാഷ്ട്രീയ ഗെയിം കളിക്കാൻ ഒരവസരം നിലനിർത്താൻ കഴിയുമെന്നതുകൊണ്ട് ഈ ജാതീയമായ എല്ലാ പ്രവണതകളെയും, അത് ചെറുതും വലുതുമായ എല്ലാ സമുദായങ്ങളും ജാതീയമായി സംഘടിക്കുന്നതിന് നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ഇത് ഒരൊറ്റ സമുദായമായി, ഒരു സ്വതന്ത്ര സമുദായമായി ദളിതർക്ക് മാറാനുള്ള പരിശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏറ്റവും ചെറിയ രാഷ്ട്രീയ കക്ഷികളായാലും ഇവയെല്ലാം തന്നെ ദലിതർക്ക് പ്രത്യേകമായ സംഘടനകൾ ഉണ്ടാക്കി ദലിതരെ അവരോടൊപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ ഇപ്പോൾ ഇടതുപക്ഷ CPIM പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെ കോൺഗ്രസ് അധകൃത വർഗ ലീഗ് ഉണ്ടാക്കിക്കൊണ്ട്, കേരള കോൺഗ്രസ് ദളിത് ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, മുസ്ലിം ലീഗ് ദളിത് ലീഗ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ജനവിഭാഗത്തിനിടയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളൊരു വലിയ വിഭാഗത്തെയാണ് ഇവർ സ്വാംശീകരിക്കുന്നത്. ഇത് ഫലത്തിൽ എന്തെങ്കിലുമൊക്കെ ചില രാഷ്ട്രീയ അധികാരത്തിന് ചില അപ്പകഷ്ണങ്ങൾ ഇവിടെ കൂടെ നിൽക്കുന്ന പട്ടികജാതിക്കാർക്ക് കിട്ടാമെങ്കിലും ആത്യന്തികമായി ദലിതർ ഒരു സമുദായമായി മാറുന്നതിനെയാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഈ സംഘടനകൾ തടസ്സപ്പെടുത്തുന്നത്. ഇങ്ങനെ മർമ്മപ്രധാനമായി രാഷ്ട്രീയ പക്ഷത്തുനിന്നും ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹത്തെ വിഭജിക്കുക എന്ന ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ രണ്ട് ഘടകങ്ങളാണ് മർമ്മപ്രധാനമായും പ്രായോഗികമായി ഒരു സമുദായമായി മാറാൻ ദളിതരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ. അതുപോലെ തന്നെ ദലിത് സംഘാടന രംഗത്തുള്ള സാറിൻ്റെ സംഭാവനകൾ, മുൻപ് സൂചിപ്പിച്ച മാതിരി ജാനുവും ഗീതാനന്ദനും ഒക്കെ ഒത്തുള്ള പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ചൊക്കെ ഒന്ന് പറയുമോ? ഞാൻ 1982 മുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നാൽ ഞാനൊരിക്കലും ഒരു സംഘടനാ പ്രവർത്തകനായിരുന്നില്ല. എന്നെ യഥാർത്ഥത്തിൽ ദലിത് പ്രവർത്തനത്തിലേക്ക് ആകർഷിച്ച മർമ്മപ്രധാനമായൊരു കാര്യം, ഇത് ഈ നിലനിൽക്കുന്ന വിജ്ഞാന വ്യവസ്ഥയ്ക്കകത്ത്, അത് സാഹിത്യമായാലും കലയായാലും രാഷ്ട്രീയമായാലും പ്രത്യയശാസ്ത്രമായാലും ഈ രംഗം യഥാർത്ഥ ദളിതരുടെ പ്രശ്നം പറയാൻ തടസ്സമാകുന്ന ഒരു മണ്ഡലമായിട്ടാണ് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദളിതരുടെ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ നിലനിൽക്കുന്ന വിജ്ഞാന വ്യവസ്ഥയുമായി ഏറ്റുമുട്ടേണ്ടതുണ്ടെന്നും ആ വിജ്ഞാന വ്യവസ്ഥയെ പുനർനിർമ്മിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ എൻ്റെ ഒരു ചോദന. ദളിത് പ്രവർത്തനത്തിൽ തന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നൊരു ഘടകം വൈജ്ഞാനികമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യഘട്ടം മുതൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ വൈജ്ഞാനികമായ ഒരു ദളിതരുടെ പ്രശ്നം എന്താണ് എന്ന് സമകാലീനമായ വിജ്ഞാന വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് അതിനെ പുനർനിർമ്മിച്ചതുകൊണ്ട് പറയാനും അത് ഡിഫൈൻ ചെയ്യാനും അത് വിശദീകരിക്കാനുമാണ് മുഖ്യമായും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമത് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ പറയുന്ന കേരളത്തിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള ദളിതരുടെയും ആദിവാസികളുടെയും നിർണായകമായ മുന്നേറ്റങ്ങളിൽ, സമരപ്രവർത്തനങ്ങളിൽ ഒരു മുൻകൈ പ്രവർത്തനത്തിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ എൻ്റേതായ എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഈ ദളിത് പ്രശ്നത്തെ പുതിയൊരു വിജ്ഞാന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയുവാനും അതിൻ്റെ ആർഗ്യുമെൻറ്റുകൾ, അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തുവാനും ഈ സമുദായത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിജ്ഞാനത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം അതായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ഇടപെടലിൻ്റെ ഒരു ഗുണമെന്ന് തോന്നുന്നു. മറിച്ചൊരു സംഘടനാ പ്രവർത്തകനല്ലാത്തതുകൊണ്ട് അത്തരമൊരു ചരിത്രം എനിക്ക് പറയാനില്ല. മറിച്ച് കേരളത്തിൽ നടന്ന കോട്ടയം കുറിച്ചിയിൽ നടന്നിട്ടുള്ള 11 KV വിരുദ്ധ സമരം, ആദിവാസികൾ നടത്തിയ CKNന്റെ നേതൃത്വത്തിലുള്ള കുണ്ടള ഭൂസമരം, കുണ്ടളയിൽ ആദിവാസികളുടെ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് കോളേജ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് നടത്തിയൊരു സമരമായിരുന്നത്.
ഭയങ്കരമായ സംഘർഷത്തിൽ തീർന്ന ഒരു സമരമായിരുന്നു. അതിനുശേഷമാണ് 2001 കുടിൽകെട്ടൽ സമരം, പിന്നെ ഈ പറയുന്ന മുത്തങ്ങ സമരത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിരുന്നത്. എങ്കിലും ആ സമയത്ത് CK ജാനുവിനും ഗീതാനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നീട് നടന്ന ചെങ്ങറ ഭൂസമരം അടക്കമുള്ള പ്രധാനപ്പെട്ട സമരങ്ങളിലെല്ലാം പങ്കെടുക്കുകയും അതിനെ കേരളത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അതിനൊരു രാഷ്ട്രീയവും ചരിത്രപരമായ പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുന്ന ചില ഇടപെടലുകളാണ് ഞാൻ മുഖ്യമായിട്ടും നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പം ഒരുപാട് ദളിത് സംഘടനകൾ കോണുപോലെ മുളച്ചു പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരം ദളിത് സംഘാടനം ഒരു ബൗദ്ധിക പാപ്പരത്വം നേരിടുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ കൂണുപോലെ ദളിത് സംഘടനകൾ ഇപ്പോൾ സാമാന്യേന കുറവാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ദളിത് സംഘടനകൾ കഴിഞ്ഞ ഒരു 90കളിലും 2000-ലും ഉണ്ടായിരുന്ന അത്രമാത്രം ഗ്രാവിറ്റിയിൽ ഇപ്പോൾ പുതിയ ദളിത് സംഘടനകളൊന്നും ഉണ്ടാവുന്നില്ല. ദളിത് സംഘടനകൾ നേരിടുന്ന മർമ്മപ്രധാനമായ പരിമിതികളിലൊന്ന് ഈ വീക്ഷണപരമായ ചില അപക്വതകളാണ്. എന്താണ് പ്രശ്നമെന്ന് സമഗ്രമായി പരിശോധിക്കുകയും അതിനൊരു പ്രായോഗികമായ പരിഹാരം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ദളിത് സംഘടനാ പ്രവർത്തകർ വളരെ ഏകപക്ഷീയമായി കാര്യങ്ങൾ കാണുന്നവരാണ്. അവരൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ലോകത്തിലെ നിലപാട്, ബാക്കിയുള്ളതെല്ലാം ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് വിധിയെഴുതുന്ന വിധികർത്താക്കളായി ഇവർ മാറാറുണ്ട്. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തകർ മാത്രമല്ല, നമുക്കിടയിലെ ഇപ്പം എഴുത്തിൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹം പറയും എഴുത്ത് മാത്രം മതിയെന്ന് തോന്നും. അദ്ദേഹത്തോട് സംസാരിച്ച് നമ്മൾ പിരിയുമ്പോൾ ഒരു സമുദായത്തിന് എഴുത്ത് മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നും. ഒരു സംഘടനാ പ്രവർത്തകനെ നമ്മൾ സംസാരിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം മാത്രം, ബാക്കിയുള്ളതൊക്കെ ദുർവ്യയങ്ങളാണ്, എനർജി വെറുതെ കളയുന്ന പണികളാണ് എന്നുള്ള ഒരു തരം വിധിയെടുത്ത് ഇവരുടെ എല്ലാം വർത്തമാനങ്ങളിൽ കാണും. ഞാൻ വിചാരിക്കുന്നത് ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് സംഘടനാ പ്രവർത്തകരും വേണം, എഴുത്തുകാർ വേണം, കവികൾ വേണം, വിദ്യാഭ്യാസ വിചക്ഷണർ വേണം, കലാകാരന്മാർ വേണം എന്ന് തുടങ്ങി എല്ലാ തരത്തിലും ഗുണത്തിലും പെട്ട മനുഷ്യന്മാരുടെ ശേഷിയെ ഒരുമിച്ച് സമാഹരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു സമുദായം യഥാർത്ഥത്തിൽ പിറവി കൊള്ളുന്നത്. നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ അപക്വമായ ധാരണ കൊണ്ട് പലപ്പോഴും ഒരു അടിസ്ഥാനവുമില്ലാത്ത വൈരുദ്ധ്യങ്ങളും അകൽച്ചകളുമാണ് ഈ പ്രവർത്തകർക്കിടയിൽ പോലും നമുക്ക് രണ്ട് സംഘടനാ പ്രവർത്തകർക്കിടയിൽ പോലും ഉള്ള അനാവശ്യമായ ചില അകൽച്ചകളും ബന്ധമില്ലായ്മകളും നമുക്ക് നിരന്തരമായി കാണാൻ കഴിയും. അടുത്തത് അറിയാനുള്ളത്, ഒരുപക്ഷെ സാർ ഏതെങ്കിലും ഒരു ദളിത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അല്ല നിൽക്കുന്നെന്ന് പറഞ്ഞു. വളരെ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിലെ ദളിത് സംഘടനകൾ ഐക്യപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എല്ലാം ഒന്ന് ക്രോഡീകരിക്കുവാൻ സാർ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? കേരളത്തിലെ ദളിത് സംഘടനകൾ ഇപ്പോൾ യോജിക്കാത്തതിന് വസ്തുനിഷ്ഠമായ കാരണങ്ങളുണ്ട്. അത് നേതാക്കന്മാരുടെ പിടിവാശി എന്നതിനപ്പുറം ഇന്നിപ്പോൾ കേരളത്തിൽ സജീവമായിരിക്കുന്ന സംഘടനകളെല്ലാം തന്നെ ഏതെങ്കിലും ജാതിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള സംഘടനകളാണ്. ഈ ജാതികൾ തമ്മിൽ ലയിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള ലയനം അത്ര സാധ്യമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ക്ഷിപ്രസാധ്യമല്ല. ഇപ്പം കേരളത്തിൽ കേരള പുലയ മഹാസഭയുണ്ട്, അതോടൊപ്പം തന്നെ സാംബോ സൊസൈറ്റിയുണ്ട്. ഈ സാംബോ സൊസൈറ്റിയും പുലയ മഹാസഭയും എന്തുകൊണ്ടാണ് യോജിക്കാത്തതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഒന്നുകിൽ ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ ദലിതരെന്ന പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് സ്വയം മെർജ് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെയാണ് അവർക്കൊരു ദലിത് സംഘടനാ പ്ലാറ്റ്ഫോമിൽ യോജിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഈ ജാതികൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും അവരൊരു കോമൺ ഗോളിലേക്ക് വരികയും ചെയ്താൽ മാത്രമേ ഈ ഒരു മെർജിങ് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ജാതി സംഘടനകൾ സജീവമായ കാലത്ത് ഈ സംഘടന മുഴുവൻ ലയിച്ചു ചേരുമെന്ന് വിചാരിക്കുന്നതിൽ വലിയ കഥയില്ലാന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് അവർക്ക് സാധ്യമായ കാര്യമല്ല. എന്നാൽ അതിനപ്പുറം ഈ ജനവിഭാഗം ഒരൊറ്റ ജനവിഭാഗമാണ് എന്ന ഒരു ദലിത് അവബോധത്തിലുള്ള സംഘടനകൾ കേരളത്തിൽ ദുർബലമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, കേരളത്തിലെ സജീവമായ വളരെ സംഘടിതമായ ഈ സാമുദായിക സംഘടനകൾ ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക്, കാരണം കേരളത്തിലെ പുലയൻ്റെയും പറയൻ്റെയും കുറവൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളടക്കത്തിൽ ഒന്നായതുകൊണ്ട്, പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായത്, അവരുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, സാമൂഹികമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, സാമൂഹികമായ വിവേചനങ്ങൾ, ഇവയെല്ലാം ഉള്ളടക്കത്തിൽ ഒന്നായതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ സാധ്യമായൊരു കാര്യം ഒരു കോമൺ ഗോളിൽ, ഈ പ്രത്യേകമായ സംഘടനകളായിരിക്കെ തന്നെ ഒരു കോമൺ ഗോളിൽ ഐക്യപ്പെടാൻ പറ്റും, അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റും. അതാണ് കേരളത്തിൽ നടക്കാവുന്ന, ഇപ്പോൾ സമകാലീനമായി നടക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ദലിതൻ്റെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരമാണ് നാം അന്വേഷിക്കേണ്ടത്? ദലിതരുടെ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നമേ അല്ല,
ആത്യന്തികമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഡോക്ടർ അംബേദ്കർ തന്നെ അത് പറയുന്നുണ്ട്. സാമൂഹ്യ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ് ഇനി ദളിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനമായി മാറുന്നത്. ഇപ്പോൾ കേരളത്തിലെ ദളിതർക്ക് ഇപ്പോൾ 55% വരുന്ന ദളിത് കുടുംബങ്ങൾ കോളനികളാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവർക്ക് ഈ കോളനി ജീവിതത്തിൽ നിന്നും മാറി മറ്റൊരു ജീവിതം ഇവർക്ക് ലഭ്യമാകണമെങ്കിൽ സർക്കാർ നയപരമായൊരു തീരുമാനം എടുക്കേണ്ടി വരും. കേവലമായ സമരങ്ങൾ കൊണ്ടോ പ്രക്ഷോഭങ്ങൾക്കോ അപ്പുറം സർക്കാർ നയപരമായൊരു തീരുമാനമെടുക്കുകയും കേരളത്തിൽ നിലവിൽ അധികമായി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുത്ത് ഈ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നുള്ളൂ. ഈ നിലക്ക് ദളിതരുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ എടുക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ 80% ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രോൾ ചെയ്യുന്നത് കേരളത്തിലെ വ്യത്യസ്തമായ സാമുദായിക വിഭാഗങ്ങളാണ്. അത് കത്തോലിക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ SNDP, NSS, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളുടെ MES അടങ്ങിയിട്ടുള്ള സാമുദായിക സംഘങ്ങളാണ് 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ യാതൊരുവിധ നീതിയും ദളിതർക്ക് കിട്ടുന്നില്ല. 1972 ഡയറക്റ്റ് പേ സിസ്റ്റം അനുസരിച്ചിട്ട് സർക്കാർ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയും എന്നാൽ അധ്യാപക നിയമനം മാനേജ്മെൻറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായൊരു നിയമത്തിനകത്താണ് കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നിൽക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് മറിച്ചൊരു തീരുമാനമെടുക്കാതെ ഈ മേഖലയിലെല്ലാം സംവരണം നടപ്പിലാക്കിക്കൊണ്ട് ദളിതരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ ഈ 72 ഡയറക്റ്റ് പേ സിസ്റ്റത്തിനപ്പുറം മറ്റൊരു തീരുമാനം, നിയമപരമായ മറ്റൊരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളേണ്ടി വരും. അങ്ങനെ ദലിതരനുഭവിക്കുന്ന സാമൂഹിക അവശതകൾ നമ്മൾ പൊതുവിൽ പേരിട്ട് വിളിക്കുന്ന ഏത് പ്രശ്നമെടുത്ത് നമ്മൾ നോക്കിയാലും അതിൻ്റെ വേരുകൾ കിടക്കുന്നത് രാഷ്ട്രീയ അധികാരത്തിലാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലാണ് അതിൻ്റെ വേരുകൾ. അതുകൊണ്ട് ഗവൺമെൻറ് രാഷ്ട്രീയ പ്രശ്നമായി നാം ഇതിനെ മനസ്സിലാക്കുകയും ഈ രാഷ്ട്രീയത്തിലെ ഒരു നിർണയന ഘടകമായി ദളിതർ മാറുകയും ചെയ്യുക എന്നതാണ് കരണീയമായൊരു കാര്യം. ദളിതർ സംഘടിത ശക്തി എന്ന നിലക്ക് ഈ രാഷ്ട്രീയ നയരൂപീകരണത്തെ സ്വാധീനിക്കുന്ന അല്ലെ അതിലിടപെടാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവവൽക്കരണത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്നു? ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവവൽക്കരണത്തെ നമ്മൾ കേവലമായി BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒരു പ്രശ്നമായി മാത്രം ചുരുക്കി കാണരുത് എന്നുള്ളതാണ് എൻ്റെ സുചിന്തിതമായൊരു അഭിപ്രായം. കാരണം ആധുനിക ഇന്ത്യ രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്തു പോലും ഉണ്ടായിരുന്ന പ്രബലമായ ധാരകളിലൊന്നാണ് നാം ഇന്ന് കാണുന്ന ഈ നവ ഹിന്ദുത്വം എന്ന് വിളിക്കാവുന്ന ഈ സമ്പൂർണമായ ഫാസിസ്റ്റ് അധികാരമെന്ന് പറഞ്ഞു. ഇത് BJPയിലും സംഘപരിവാറിലും മാത്രമല്ല, ഇന്ത്യയിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെ സ്വാധീനിച്ചിട്ടുള്ള വലിയൊരു വിചാരമണ്ഡലമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഹിന്ദുത്വത്തെ മറികടന്ന് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരു കാലത്ത് കാണിച്ചിരുന്നില്ല എന്നതുകൂടി നാം കാണേണ്ടതുള്ളൂ. അതിൻ്റെ ഒരു മൂർത്തമായ രൂപമാണ് BJPയിലൂടെ ഇപ്പോൾ ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആക്രമണോത്സുകമായൊരു മുഖമാണ് ഇന്ന് ഇന്ത്യക്കാർ അനുഭവിക്കുന്നതിൽ അതിൻ്റെ മൃദു മുഖമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുത്വം എന്നത് കേവലമായി BJPയുടെയും സംഘപരിവാറിൻ്റെയും മാത്രം ഒരു കാര്യമായി നാം മനസ്സിലാക്കാതെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായൊരു കാര്യമായി നാം ഇതിനെ കാണേണ്ടതുണ്ട്. ഡോക്ടർ അംബേദ്കർ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നൊരു കാര്യം, ഇന്ത്യയിലൊരു ഹിന്ദു ഭരണമുണ്ടായാൽ, ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കുമെന്ന് അംബേദ്കർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. ഈ ദുരന്തമാണ് ഇപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ അറിയണം. രാഷ്ട്രീയമായ ഒരു കാര്യത്തിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ തന്നെ വ്യാപകമായ തരത്തിൽ ഒരു ഹിന്ദുത്വവൽക്കരണം എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ഹിന്ദുത്വവൽക്കരണത്തെ മറികടന്ന് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ധാരകളല്ല ഇന്ത്യയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു ദുരന്തം. ഇവിടെയാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആശയങ്ങൾ പ്രസക്തമാകുന്നത്. അദ്ദേഹം ജീവിതത്തിലുടനീളം പരിശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഏറ്റവും കുറഞ്ഞ വർഷം 30കൾക്ക് ശേഷം അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന തത്വശാസ്ത്രത്തെയും ധർമ്മശാസ്ത്രത്തെയും നിരാകരിക്കാതെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്ന ദൃഢമായ വിശ്വാസമുണ്ടായിരുന്ന ഒരാളായിരുന്നു അംബേദ്കർ.
ഇന്ന് അംബേദ്കർ നമ്മുടെ രാഷ്ട്രീയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ഈ ഒരു ഫാസിസ്റ്റ് അധികാരക്രമത്തെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആശയങ്ങളെ നമ്മൾ പിൻപറ്റേണ്ടി വരുമെന്നുള്ള വളരെ വ്യക്തമായൊരു സന്ദർഭത്തിലാണ് ഇന്ന് ഇന്ത്യ ഇന്ന് പെട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പം സാർ പറഞ്ഞത് വെച്ച് നമ്മൾ അംബേദ്കറെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ തന്നെ അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ആശയം അല്ലെങ്കിൽ ഒരു മതപരമായ കാഴ്ചപ്പാടിനെ ഇന്ത്യയിലെ ദളിതർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പം സാറിന് അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അംബേദ്കറെ ഇന്ത്യയിൽ ദലിതർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനപ്പുറം ഈ അംബേദ്കറുടെ ആശയപ്രപഞ്ചത്തെ ഇന്ത്യ തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊരു സന്ദർഭത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദളിതർ അംബേദ്കറെ സ്നേഹിക്കുകയും അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തെയും അംബേദ്കറുടെ ആശയപ്രപഞ്ചത്തെയും ഇന്ത്യയുടെ ഓർമ്മകളിൽ പിടിച്ചു നിർത്തിയത് ഈ ദരിദ്രരും പിന്നോക്കക്കാരുമായിട്ടുള്ള ദളിതർ തന്നെയാണ്. അക്കാലത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് അംബേദ്കറിസമാണ്. അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കർ മുന്നോട്ട് വെച്ച ചിന്താ പദ്ധതികൾ, ആ ചിന്താ പദ്ധതികളുടെ ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ ആരായാണ്. ഇത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ മർമ്മപ്രധാനമാണ്. എന്താണ് ഇന്ത്യൻ രാഷ്ട്രം, ഇന്ത്യൻ സമൂഹം എന്താണ്, അതെങ്ങനെ ജീവിക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള ചോദനകൾ എന്താണ് എന്ന കാര്യം വളരെ വ്യക്തമായും ലോകത്തോട് പറഞ്ഞ വേറിട്ട ഒരു കാഴ്ചയിലൂടെ ഇന്ത്യയെ നോക്കിക്കാണുകയും ഇന്ത്യ ജീവിക്കുന്നത് ജാതിബദ്ധമായൊരു സമൂഹത്തിനകത്താണെന്നും ഇന്ത്യയിൽ സമ്പത്തുണ്ടാകുന്നത് പോലും ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും ഇന്ത്യയിൽ മാന്യത നിലനിൽക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും ഒക്കെ അങ്ങനെ ജാതിയുമായി ബന്ധപ്പെട്ട വലിയ ജാതികളുടെ ഒരു സമുച്ചയമാണ് ഇന്ത്യ. അതുകൊണ്ട് ജാതിയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ മനുഷ്യരെ വിമോചിപ്പിക്കാൻ കഴിയൂ എന്ന് ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഒരാളാണ് അംബേദ്കർ. അങ്ങനെ ഈ ജാതി എന്നതിൻ്റെ ഒരു കാര്യം കേവലമായ ഒരു സാമൂഹിക വിഭജനമല്ലെന്നും മറിച്ചത് ദൈവികമായ സാങ്ഷനുള്ള, ദൈവികമായ അംഗീകാരമുള്ള ഒരു ജീവിതക്രമമായിട്ടാണ് ജാതി ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നതെന്നും അതുകൊണ്ട് ആ മതവിശ്വാസത്തെ, അതായത് ഹൈന്ദവ വിശ്വാസത്തെ മറികടന്നുകൊണ്ടല്ലാതെ ഇന്ത്യക്ക് ജനാധിപത്യത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞ ഒരാളാണ്. രണ്ടാമതൊരു കാര്യം, ജനാധിപത്യ സങ്കല്പത്തെ തന്നെ അഴിച്ചുപണിയുകയും എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിയുടെ സങ്കല്പനങ്ങളെ, അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ, പൗരത്വം, ദേശീയത തുടങ്ങിയ അടിസ്ഥാനപരമായ സങ്കല്പനങ്ങളെ പൊളിച്ചെഴുതി അതിന് പുതിയ അർത്ഥം നൽകിക്കൊണ്ട് ആ ജനാധിപത്യ സങ്കല്പത്തെ തന്നെ വികസിപ്പിച്ച ഒരാളാണ് അംബേദ്കർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സമൂഹം എന്നത് ജനാധിപത്യ വിരുദ്ധമായൊരു സ്ഥലമാണെന്നും അതുകൊണ്ട് സാമൂഹിക ജനാധിപത്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സോഷ്യൽ ഡെമോക്രസി എന്നൊരു വാക്ക് തന്നെ ഡോക്ടർ അംബേദ്കറുടെ സംഭാവനയാണ്. പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ സോഷ്യൽ ഡെമോക്രസി എന്ന വാക്ക് തന്നെ അംബേദ്കറിൻ്റെ സംഭാവനയാണ്. ഒരു സമൂഹം ജനാധിപത്യപരമല്ലാത്തിടത്തോളം ആ സമൂഹത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് അംബേദ്കർ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മർമ്മപ്രധാനമായൊരു വെല്ലുവിളി, ഇന്ത്യയിൽ പൗരത്വത്തിന് തുല്യതയുണ്ടെങ്കിലും സമൂഹത്തിൽ മനുഷ്യർ തുല്യരല്ലാതായിരിക്കുകയും സമൂഹം ജാതീയമായ സംഘർഷങ്ങളുടെ ഒരു സ്ഥലമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കേണ്ടതൊരു ആവശ്യകതയിലൂന്നിയ ഒരു പുതിയ ജനാധിപത്യ സങ്കല്പം തന്നെ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ദളിതർ, ആദിവാസികൾ, സ്ത്രീകൾ, ഭാഷാന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും അവകാശാധികാരങ്ങളോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ സാധ്യമാണെന്നും ആ ജനാധിപത്യ വ്യവസ്ഥ രാഷ്ട്രീയമായി സ്ഥാപിച്ചാൽ ആ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന വലിയൊരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കേണ്ടി വരുമെന്നും ലോകത്തോട് പറഞ്ഞൊരാളാണ്. ഈ സിദ്ധാന്തം ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്ത് സംഘർഷപൂരിതമായ ലോകത്തിന് ബാധകമായ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആശയത്തെയാണ്, അതായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവകാശാധികാരങ്ങൾ ഉറപ്പ് ചെയ്യുന്ന ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളണമെന്ന അംബേദ്കറിൻ്റെ ആശയത്തെയാണ് ഇന്ന് ഇന്ത്യ പിന്തുടരേണ്ടി വരിക. ഈ ആശയത്തെ കേവലമായി അദ്ദേഹം ദളിതനായതുകൊണ്ട് പിന്തുടരണമെന്നോ അയാൾ ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് പിന്തുടരണമെന്നോ അല്ല, മറിച്ച് അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ ആശയത്തിലൂടെ അല്ലാതെ ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി നിലവിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സാറേ, അപ്പം നമ്മളെല്ലാവരും അംബേദ്കറൈറ്റ് ആണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ അംബേദ്കർ മുന്നോട്ട് വെച്ച മതപരമായ ഒരു വീക്ഷണത്തെ
അതിനെ പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലുടനീളം കണ്ടുവരുന്നൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ബുദ്ധിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിനെ വളരെയേറെ വിമർശനങ്ങൾക്ക് നിയോ ബുദ്ധിസ്റ്റ് ആണെന്നൊക്കെയുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു രണ്ടാം തരം പൗരത്വം എന്ന നിലയ്ക്കാണ് മതപരമായ ചില വീക്ഷണങ്ങൾ പറയാറുണ്ട്. അപ്പം സാർ അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ. അംബേദ്കറിസ്റ്റ് ആയിരിക്കുന്ന ഒരാൾ, അംബേദ്കറിനെ പിന്തുടരുന്ന ഒരാൾ ബുദ്ധിസ്റ്റ് ആയിരിക്കണമെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയിൽ വലിയ കഴിവുണ്ടെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്നൊരു കാര്യം, അംബേദ്കർ എന്നത് ബുദ്ധമതം സ്വീകരിച്ച ഒരാൾ മാത്രമല്ല. അംബേദ്കർ വളരെ വ്യക്തമായും ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ ഏർപ്പെടുകയും അതിൻ്റെ ഒട്ടനവധി പരീക്ഷണ നിരീക്ഷണങ്ങളുടെ വലിയൊരു ആശയപ്രപഞ്ചം, എന്നാൽ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനം എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ സംബന്ധിച്ച ഒരു സിദ്ധാന്തം, രാഷ്ട്രീയ സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തത്തെ പിന്തുടരുന്ന ലക്ഷക്കണക്കിനായ മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അവരൊന്നും തന്നെ ബുദ്ധിസ്റ്റുകൾ ആയിക്കൊള്ളുന്നില്ല. അവർ ബുദ്ധിസം ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അവർ അംബേദ്കറിനെ പിൻപറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ന്യൂനീകരണമാണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം, അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം 56-ൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷവും അദ്ദേഹം RPI എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ റാംമനോഹർ ലോഹിയുമായി കത്തിടപാടുകൾ നടത്തി. ദലിതർ മാത്രമല്ല, ബാക്കിയുള്ള പുരോഗമന വിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട്, റാംമനോഹർ ലോഹിയ നമുക്കറിയാം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികനായിരുന്നു, ജാതിവിരുദ്ധ സമീപനം ഉണ്ടായിരുന്ന ആളാണ്. അവർ തമ്മിലുള്ള ഏറ്റവും അവസാനത്തെ കത്തിടപാടുകളിൽ അടുത്ത മാസം തന്നെ തമ്മിൽ കാണാൻ തീരുമാനിക്കുകയും യോജിച്ച് പ്രവർത്തിക്കാമെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് തമ്മിൽ കാണാൻ കഴിയാതെ അംബേദ്കർ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ബുദ്ധമതത്തിലേക്ക് ചേർന്നതിന് ശേഷം അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് ബുദ്ധസന്യാസിയായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയായിരുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ വിമോചനത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചിട്ട് അപ്പോഴും ആലോചിക്കുകയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് അംബേദ്കർ മരണപ്പെടുന്നത് എന്നുകൂടി നമ്മൾ കാണണം. ഞാൻ പറയുന്നൊരു കാര്യം, അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നത് കേവലമായ ഒരു മതം എന്നതിനപ്പുറം സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് മുന്നോട്ട് പോകാൻ ഒരു ധാർമ്മിക വ്യവസ്ഥ ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ധാർമ്മിക വ്യവസ്ഥയെ ആവശ്യത്തിന്, ആ ധാർമ്മിക വ്യവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും റേഷണലായ യുക്തിഭദ്രമായ ഒരു മതം എന്ന നിലക്ക് ബുദ്ധമതത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ബുദ്ധമതത്തിന് സവിശേഷമായൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പരിവർത്തനപ്പെടുന്നത്. ഏതാണ് ആ പരിവർത്തനപ്പെടുന്ന ദിവസം തന്നെ 22ഓളം ഉപദേശങ്ങൾ ഒരു ഗിരിപ്രഭാഷകനെ പോലെ അനുയായികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ബുദ്ധമതത്തിന് തന്നെ പുതിയൊരു വേർഷൻ കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോ ഒക്കെ നടക്കുന്ന ഈ അംബേദ്കറൈറ്റ് ബുദ്ധിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ബുദ്ധമതം എത്രമാത്രം അംബേദ്കർ പറഞ്ഞ ബുദ്ധമതമാണെന്നത് പോലും സംശയാസ്പദമാണ്. അതുപോലെ ഞാൻ പറയുന്നൊരു കാര്യം, ഒരാൾ ബുദ്ധിസ്റ്റ് ആവുന്നില്ല എന്നത് അംബേദ്കറായിട്ട് ആകാതിരിക്കുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് വളരെ വലിയ സോഷ്യോ പൊളിറ്റിക്കൽ മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം, ഇന്ത്യയിലെ ദലിതർ കേവലമായി ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന ഹിന്ദുമതത്തിലല്ലാത്ത കുറേ വിഭാഗം വേറെ ഒട്ടനവധി വിഭാഗങ്ങൾ പല മതങ്ങളിൽ ചെന്നപ്പെട്ടവരാണ്. അപ്പോൾ അവരൊക്കെ അത് ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ കേവലമായൊരു വാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരത് ഉപേക്ഷിക്കാതെ തന്നെ അംബേദ്കറുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിയിലേക്ക് അവർക്ക് ആകർഷിക്കാൻ കഴിയും, അവർക്ക് വരാൻ കഴിയും. ഇനി അംബേദ്കറെ പിന്തുടർന്ന് ബുദ്ധമതം സ്വീകരിക്കുന്നത് ഒരിക്കലും മോശമായൊരു കാര്യമല്ല. അതും നമ്മളതിനെ എതിർക്കുകയോ അതല്ലെങ്കിൽ അതൊരു കേവലമായൊരു കാര്യമായിട്ട് നാം കാണുകയും വേണ്ട. ഇതിന് രണ്ടിനെയും ബാലൻസ്ഡായി കാണാനുള്ളൊരു സമീപനമാണ് ഈ കാര്യത്തിൽ നമുക്ക് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ജാതീയ പീഡനങ്ങൾ ഒരു തുടർക്കഥയാണ്. ഒരുപക്ഷെ അട്രോസിറ്റി അടക്കമുള്ള ഒരുപാട് നിയമ സംരക്ഷണമുള്ള ദളിതർ സ്വാതന്ത്ര്യം കിട്ടിയ 70 വർഷക്കാലം പിന്നിടുമ്പോഴും ഒരുപാട് അതിക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഏത് നിലയ്ക്കാണ് സാർ നോക്കിക്കാണുന്നത്? ഇതിനെ ഏത് നിലയ്ക്ക് നമുക്ക് നിലനിർത്താൻ കഴിയും? ഒരുപക്ഷെ ഒരുപാട് ദളിത് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും ഇതിനെയൊന്നും കൃത്യമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമസംരക്ഷണമുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങൾ, ഒന്ന് ദളിതരും ആദിവാസികളും പിന്നെ സ്ത്രീകളുമാണ്. ഏറ്റവും കൂടുതൽ നിയമസംരക്ഷണമുള്ളത് അവർക്കാണ്. അതിൽ ഒരു ജനവിഭാഗത്തിന് കൂടുതൽ നിയമസംരക്ഷണം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ ആ സമൂഹത്തിലൊട്ടും സുരക്ഷിതരല്ല എന്നതിൻ്റെ അർത്ഥം.
നമ്മളങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ബ്രാഹ്മണന് അനുകൂലമായി ഒരൊറ്റ നിയമം പോലും ഇന്ത്യയിൽ ഇല്ല എന്നുകൂടി നമ്മൾ ഈ കൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു നിയമം പോലും ഇന്ത്യൻ ബ്രാഹ്മണനെ സംരക്ഷിക്കുന്ന ഒരു നിയമം പോലും ഇന്ത്യയിലില്ല. പക്ഷേ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി ഒട്ടനവധി നിയമങ്ങൾ ഒരു ജനതയ്ക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ ദുർബലരും അധികാരമില്ലാത്തവരാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം ഈ അട്രോസിറ്റി ആക്ട് പോലും യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ വളരെയേറെ ആക്രമിക്കപ്പെടുകയും എന്നാൽ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തൊരു വിഭാഗമായതുകൊണ്ടാണ് അട്രോസിറ്റി പോലൊരു ആക്ട് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്. എന്നാൽ സമൂഹത്തിലെ ആ ആന്തരികമായൊരു ബലം, അംബേദ്കർ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിനകത്തെ ആന്തരികമായ ഒരു ബലതന്ത്രം, സമൂഹത്തിലെ വ്യത്യസ്ത ജാതീയ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര ബന്ധങ്ങളിൽ ദലിതരിപ്പോഴും പുറന്തള്ളപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ദളിത് സംഘങ്ങൾ വൻ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 70 മുതലെങ്കിലും വൻ രീതിയിൽ കേരളം പോലുള്ള സ്ഥലത്ത് വളരെ പ്രത്യക്ഷമായൊരു അതിക്രമത്തിന് ആൾക്കാർ തയ്യാറാവാത്തതിൻ്റെ പിന്നിൽ യഥാർത്ഥ കേരളത്തിലെ ഈ നവോത്ഥാന കാലഘട്ടം മുതലുള്ള വലിയൊരു പ്രതിരോധത്തിൻ്റെ ഒരു ചരിത്രമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ വളരെ പ്രത്യക്ഷമായൊരു അതിക്രമത്തിന് അവർ തയ്യാറാകുന്നത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ദളിത് പ്രസ്ഥാനങ്ങൾ ഇത്തരം വലിയൊരു പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗ്രാമീണമായ മേഖലകളിൽ ഈ ജാതി ബന്ധങ്ങളിൽ ഇപ്പോഴും ഈ ഒരു ദൗർബല്യം, ഒരു പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശ് ഉദാഹരണമായിട്ടെടുക്കാം. അതിൽ നിന്ന് 2 പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ കേവലമായ രാഷ്ട്രീയാധികാരം ഈ ജനതയുടെ പ്രശ്നങ്ങൾ ആത്യന്തികമായി പരിഹരിക്കുന്നില്ല എന്നതിനൊരു തെളിവ് കൂടിയാണ് ഉത്തർപ്രദേശ്. 4 പ്രാവശ്യം മായാവതി അധികാരത്തിൽ വന്നിട്ടും ഇപ്പോഴും ഉത്തർപ്രദേശിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പ്രോബ്ലം ഉത്തർപ്രദേശിലെ അധികാരം BSPക്കാണെങ്കിലും ഗ്രാമങ്ങളിൽ ഇപ്പോഴും ജാതി നിയമങ്ങൾ തന്നെയാണ് പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് അത്രയും സങ്കീർണമാണ് ഈ ഇഷ്യൂ. അപ്പോൾ ദളിത് പ്രസ്ഥാനങ്ങൾ ഇതിനെ പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആത്യന്തികമായി അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ പറഞ്ഞ ഈ ഗ്രാമപ്രദേശങ്ങൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജാതി ബന്ധങ്ങളുടെ ഈ അസമാനതയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമായി നിൽക്കുന്നത്. ഒരുപക്ഷെ ദലിത് സമൂഹത്തിന് വൈജ്ഞാനികമായി വലിയ സംഭാവന നൽകിയ ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം ഈ സംഭാവനകളെ ഏതെങ്കിലും സംഘാടനവുമായി ബന്ധപ്പെടുത്തി അതിനെ ദളിതരുടെ ഒരു ഐക്യത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുവാൻ സാറ് ശ്രമിക്കേണ്ടതല്ലേ? അല്ലാതെ യഥാർത്ഥത്തിൽ ഈ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളാണ് ഒരു ജനവിഭാഗമെന്ന ഒരുതരം കോൺഷ്യസ്നസ് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്നത്. അത്തരൊരു വൈജ്ഞാനികതയുടെ അഭാവത്തിൽ നമ്മളൊക്കെ കേവലം ജാതികളായി മാറുമായിരുന്നു. പുലയനും പറയനും ഉള്ളാടനൊക്കെ വെട്ടിമാറുകയും നമുക്ക് പൊതുവായി പറയാനൊന്നും ഇല്ലാതെ വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മൾ ഒരു ജനതയാണെന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു സമീക്ഷ ഉണ്ടാക്കുകയും ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള മഹാന്മാരായ വ്യക്തികളെ ചരിത്രത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നൊരു അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കേവലമായി ഈ സംഘടനകൾ വിളിച്ചു ചേർത്തിട്ട് അത്രയൊരു ഐക്യം സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് ഇതൊരു പ്രോസസ്സാണ്, ഒരു ജനത എത്തിച്ചേരുന്ന ഒരു അവബോധമാണ്. അപ്പോൾ ആ ഒരു അവബോധത്തിലെ ചില കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത്തരമൊരു കാര്യം കൊണ്ട് മാത്രം ഈ ഒരു ഐക്യം ആ നിലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമുദായികമായ ഐക്യം സാധ്യമല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. മറിച്ച് ഈ ഒരു അവബോധം ആ ഐക്യത്തെ ആത്യന്തികമായി തുണയ്ക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറേ, ഏറ്റവും അവസാനമായി പറയാനുള്ളത് എയിം എന്ന് പറയുന്ന ദലിത് പ്രവാസി കൂട്ടായ്മയെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാറിന് പറയാനുള്ള ഒരു സന്ദേശം, ഒരു ഉപദേശം എന്താണെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു തന്നായിരുന്നു. അംബേദ്കറൈറ്റ് ഇന്നോവേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായൊരു ചരിത്ര സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് 2 കാരണങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് ദലിതർ അവിടെ നിന്ന് പ്രവാസികളായി ഈ ഗൾഫിലും ഇതര രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും അന്നൊന്നും കഴിയാത്ത വിധം ദലിതർക്കിടയിൽ ദലിതർ എന്ന നിലയ്ക്കുള്ള ഒരൈക്യം പ്രഖ്യാപിക്കുക, അതൊരു അംബേദ്കറൈറ്റ് അവബോധത്തിൽ ഒരൈക്യം പ്രഖ്യാപിക്കുന്നതിലൂടെ വളരെ വലിയ ചരിത്രപരമായൊരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരൊരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അതിൻ്റെ കാരണം
ഒന്ന്, ഈ പ്രവാസി ലോകത്ത് നിന്നുകൊണ്ട് വർഷങ്ങളായി അവിടെ പലതരത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയവരാണ് ഇവിടെ പ്രവാസികളെ പിൽക്കാലത്ത് എത്തിച്ചിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവർ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തിരിച്ചു നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ നാട്ടിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവർക്കില്ലാത്ത ചില സാമൂഹിക ഭാവനകൾ, ഈ സമുദായത്തിലെ പ്രശ്നങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് പുറത്ത് നിന്ന് നോക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അകത്ത് നിൽക്കുന്നവനെ കാണാൻ കഴിയാത്ത കാര്യമാണ് പുറത്ത് നിൽക്കുന്നവൻ നോക്കുമ്പോൾ കാണുന്നത്. ഈ നോക്കുന്ന ആൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഈ വസ്തുവിൻ്റെ കാര്യം തീരുമാനിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ജീവിക്കുന്ന ആളാണ്. ഞാൻ വളരെ കാര്യമായി എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിച്ഛേദനം. അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും പുറത്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന്. അങ്ങനെ ഒരു പുതിയ തിരിച്ചറിവിൻ്റെ ഒരു തിര ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. ഒരു സമുദായം ഇത് കേരളത്തിലെ ദളിത് സമുദായം കൈവരിച്ചിരിക്കുന്ന പുതിയൊരു തിരിച്ചറിവാണ് എയിം എന്ന് പറയുന്ന സംഭവം. ആ തിരിച്ചറിവാണ് നമ്മളിനി മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. രണ്ടാമത്, ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ രണ്ട് തരത്തിലുള്ള ബ്രേക്ക് അവരുണ്ടാക്കുന്നുണ്ട്. ഒന്ന്, സ്വന്തം സ്വത്വത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആഹ്ലാദവും സന്തോഷവും. ഇതിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ പ്രവാസ ജീവിതങ്ങളിലെ തൊഴിൽ മേഖലകളിലൊക്കെ പലപ്പോഴും ഈ ജാതി സ്വത്തും പുറത്ത് പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമൊക്കെ നിലവിലുണ്ടാവാം. പക്ഷെ ഇത് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ആത്മബന്ധുക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വ്യക്തിപരമായൊരു സെക്യൂരിറ്റി ബോധവും ഒരു ഫ്ലറിഷ്മെൻറ്റും ഒക്കെ ഉണ്ട്. അത് ഒരു പ്രവാസി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഓരോ വ്യക്തികളെ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഞാൻ കാണുന്നത്. അത് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മബന്ധുക്കളുടെ ഒരു ഐക്യം രൂപപ്പെടുത്തിയെടുത്തു എന്നത് മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു നിന്ന് സമുദായത്തെ നോക്കിക്കാണുകയും സമുദായത്തെ മറ്റൊന്നായി മനസ്സിലാക്കുകയും സമുദായത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ആലോചിക്കുകയും അങ്ങനെ ആലോചിക്കുന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന ശേഷി, സാമ്പത്തികവും വൈജ്ഞാനികവും ബന്ധപരവുമായ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത്തരം പുതിയ ഇൻപുട്ടുകൾ കൊണ്ട് കേരളത്തിലെ സമുദായത്തിന് പുതിയ ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഈ മൂവ്മെൻറ്റിന് സാധ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിലൂടെ ആയിരിക്കും ഒരുപക്ഷേ ഈ കേരളത്തിലെ സമുദായം പുതിയൊരു തിരിച്ചറിവിലേക്ക് ചിലപ്പം നടന്നു കയറാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ എയിമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലി പ്രാധാന്യമുള്ളൊരു കാര്യമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിലെ ദളിത് സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പ്രവാസികളായി ജീവിക്കുന്ന ദലിതർക്ക് ഈ കൂട്ടായ്മയിലൂടെ അവർക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും ഒരു സെക്യൂരിറ്റി ബോധമെന്ന് പറയുന്നത് തീർച്ചയായും മർമ്മപ്രധാനമായൊരു കാര്യമായി ഞാൻ കാണുന്നു. പിന്നെ വേറൊരു കാര്യം, ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു എയിം പോലൊരു സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, കേരളത്തിലെ ദലിത് സമുദായത്തെ ആത്യന്തികമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ചില പ്രവർത്തികളാണ്, ചില പദ്ധതികളാണ് യഥാർത്ഥത്തിൽ എയിം ആലോചിക്കേണ്ടത് എന്നതാണ് എനിക്ക് എയിമിൻ്റെ പ്രവർത്തകരോട് നിർദ്ദേശിക്കാനുള്ളത്. ആത്യന്തികമായി നമ്മുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിപുലമായ പദ്ധതികളുടെ വളരെ പക്വമായ ഒരാവിഷ്കാരമാണ് നമ്മളവിടെ നടത്തേണ്ടത്. അത്തരം പദ്ധതികളിലൂടെ സമുദായത്തെ ഏകോപിപ്പിക്കാനും ഒരുമിച്ച് കൊണ്ടുവരാനും ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ കഴിഞ്ഞേക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അത്തരമൊരു ഉത്തരവാദിത്വമാണ് എടുക്കേണ്ടത്. കേവലമായ അവിടെ ആരെങ്കിലുമൊക്കെ സഹായിക്കുക എന്ന പദ്ധതി വിട്ടിട്ട് മൊത്തത്തിൽ ഈ സമുദായത്തെ ഭാവിയിൽ ഏകീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബൃഹത്തായ പദ്ധതികൾ ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എയിം ചെയ്യേണ്ടത്. ഓക്കെ, വളരെ നന്ദി സാർ.